ഇലക്ഷൻ റിസൾട്ട് വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും ടിവിയുടെ മുന്നിലായിരുന്നു, ഫോണിന്റെ മുന്നിലായിരുന്നു. ഇലക്ഷൻ തീർപ്പായി. അടുത്ത ചോദ്യം, ആരാണ് മുഖ്യമന്ത്രി? ഇവിടെ വരുന്നൊരു ട്വിസ്റ്റാണ്. MLA ആകാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ? എന്നാൽ ഇന്ത്യയുടെ അവസ്ഥയിൽ പറ്റും. MLA ആവണമെന്ന് നിർബന്ധമില്ല മുഖ്യമന്ത്രി ആകാൻ. എങ്ങനെ? 6 മാസത്തിനുള്ളിൽ ബൈ ഇലക്ഷനിൽ അയാൾ MLA ആയി ജയിച്ചാൽ മതി. അതായത് ഒരാൾ 6 മാസം കൊണ്ട്, ഇനി വരുന്ന 6 മാസം കൊണ്ട് MLA ആയി തീർന്നാൽ അയാൾക്ക് ഇപ്പം മുഖ്യമന്ത്രിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മുഖ്യമന്ത്രി ആവാൻ പറ്റും കേരളത്തിൽ. ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണോ? അല്ലെങ്കിൽ ഇന്ന് നടക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ആദ്യമായിട്ടായിരിക്കുമോ? അല്ല. 1995 ആന്റണി മുഖ്യമന്ത്രി ആയത് ഇങ്ങനെയാണ്. 1970 അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയത് ഇങ്ങനെയാണ്. ജയലളിത മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ഇങ്ങനെയാണ്. മമതാ ബാനർജി ഇങ്ങനെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. നമ്മുടെ രാജീവ് ഗാന്ധിയും ഇങ്ങനെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. സോ ഇത് നടക്കാത്ത കാര്യമൊന്നുമല്ല, നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി PSC, SSC, RRB, കേറ്ററ്റ് പരീക്ഷകൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്താ? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ 6 മന്തിന്റെ ഗ്രേസ് പീരീഡ് കിട്ടുന്നത്? ആർട്ടിക്കിൾ 164(4) ആർട്ടിക്കിൾ 164(4) വെച്ചിട്ട് 6 മാസത്തിനുള്ളിൽ ഒരാൾ MLA ആയാൽ മതി അയാളെ ലോകസഭയിൽ നിന്നോ അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്നോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നോ പുറത്താക്കാതിരിക്കാൻ. എന്ന് വരെ അയാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അയാൾക്ക് ഇരിക്കാൻ പറ്റുമോ അന്ന് വരെ അയാൾ മുഖ്യമന്ത്രിയാകാനോ പ്രധാനമന്ത്രിയാകാനോ യോഗ്യനാണ് എന്നുള്ളത് തന്നെയാണ്. സോ ഈ തവണ ചർച്ചാ വിഷയം തന്നെയാണ് ആര് മുഖ്യമന്ത്രിയാകും. MLA അല്ലാത്ത ഒരാൾക്കും മുഖ്യമന്ത്രിയാകാം. അയാൾ എന്തായിരിക്കണം? 6 മാസത്തിനുള്ളിൽ MLA സ്ഥാനത്ത് എത്തിയിട്ടിരിക്കണം. 6 മാസത്തിനുള്ളിൽ ബൈ ഇലക്ഷനിൽ അയാൾ ജയിച്ചിരിക്കണം. അത്രയേ ഉള്ളൂ. Download now CC Learning app.